ഹലോ ഫ്രണ്ട്സ്, ടെക് കോർണറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ട്. അപ്പോൾ മഴ ഒന്ന് കുറഞ്ഞ സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു മൾട്ടിപർപ്പസ് സോളാർ ചാർജറാണ്. ചാർജർ മാത്രമല്ല, ഇത് സോളാർ പാനൽ. നമുക്ക് ഈ പടം കണ്ടാൽ തന്നെ അറിയാം, സോളാർ പാനൽ വെച്ച് നമുക്ക് ലൈറ്റ് വർക്ക് ചെയ്യിക്കാനും ലൈറ്റ് ഓൺ ആക്കാനും പറ്റും. അപ്പോൾ ഞാനിത് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വേറെ ഒന്നല്ല. നമുക്കിപ്പോൾ കേരളത്തിൽ ഇങ്ങനത്തെ എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടാകുമോ? ഈ അവസ്ഥകൾ ഇത് പോട്ടെ, നമ്മുടെ പ്രളയം അതൊക്കെ ആയിക്കോട്ടെ, എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്കൊന്ന് മാറി താമസിക്കേണ്ടി വന്നാൽ നമുക്കൊരു കറണ്ട് ഇല്ലാത്തൊരു അവസ്ഥ വരാണ്. കറണ്ട് ഇല്ലാത്ത അവസ്ഥ വരാണ് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരെങ്കിലും ഇപ്പോൾ സ്മാർട്ട് ഫോൺസാണ്. സ്മാർട്ട് ഫോൺ 1 ദിവസം 1.5 ദിവസമൊക്കെ കൂടുതൽ നിൽക്കുള്ളൂ, അതിൽ കൂടുതൽ നിൽക്കില്ല മിക്ക സ്മാർട്ട് ഫോൺസും. സോ ചാർജ് ചെയ്യണം. ചാർജ് തീർന്നു പോയപ്പോൾ നമുക്ക് പുറം ലോകമായിട്ട് എല്ലാ കോൺടാക്റ്റും നമ്മുടെ പോയാൽ വഴിയുള്ളൂ. നമുക്ക് അങ്ങനെയാണല്ലോ നമുക്കിപ്പോൾ എല്ലാവരുമായിട്ട് കോൺടാക്റ്റ് ഉള്ളത്. സോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചാർജ് ഇറങ്ങി പോകാണ്ട് അവസ്ഥയിൽ, കറണ്ട് ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും താമസിക്കാൻ നിങ്ങൾക്ക് ലൈറ്റ് വേണോ, അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഉപകരണമാണിത്. അപ്പോൾ റോക്ക് ലൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സോളാർ ചാർജറാണ്. റോക്ക് ലൈറ്റ് RL890 എന്നാണ് അതിൻ്റെ പേര്. റോക്ക് ലൈറ്റ് എന്ന കമ്പനി. സോ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത്രയും വിലക്കുറവിൽ ഇത്രയും ഒരു സൂപ്പർ സാധനം നിങ്ങൾക്ക് കിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഞാൻ അതിൻ്റെ വീട് ആലുവയിലാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രളയത്തിനൊക്കെ സമയത്തൊക്കെ ഞങ്ങളുടെ ആദ്യത്തെ നില, അടിയിലത്തെ നില മൊത്തം മുങ്ങിപ്പോയതാണ്. സോ ഞങ്ങൾക്ക് ഇവിടുന്ന് മാറി താമസിക്കേണ്ടി വന്നു. വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോണിൻ്റെ ചാർജ് തീർന്നു, പുറം ലോകമായിട്ടുള്ള കോൺടാക്റ്റ് തീർന്നു. അതുകൊണ്ട് തീർന്നു. ഞാൻ അറിയാലോ, ഒരു 2-3 ആഴ്ചകളോളം കറണ്ട് ഉണ്ടായില്ല. അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ നമുക്ക് വേറെ ആരായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബന്ധപ്പെട്ടവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആർക്കെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യണ ഈ പ്രശ്നമാണ്. സോ ആ സമയങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സാധനമാണ്. നമ്മുടെ വീട്ടിലേക്ക് പല സാധനങ്ങളും വാങ്ങാറുണ്ട്. ഒരു 2500 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം സിമ്പിളായിട്ടൊരു നല്ലൊരു സാധനമാണത് ആമസോണിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് ആദ്യം ഓർഡർ ചെയ്ത സമയത്ത് ആമസോണിൽ കണ്ട സമയത്ത് ചാത്തൻ സാധനമെന്ന് വിചാരിച്ചത്, പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിച്ചളഞ്ഞു ഈ സാധനം. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ, ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപകാരം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾക്ക് അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അൺബോക്സിംഗ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞങ്ങൾ അൺബോക്സ് ചെയ്തു. അത് നോക്കി ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് റിവ്യൂ ചെയ്യണം എന്ന് തന്നെ തോന്നാൻ കാരണം. അത്രയ്ക്ക് നല്ലൊരു സാധനം ആയതുകൊണ്ടാണ് റിവ്യൂ ചെയ്യാൻ തോന്നിയത്. അതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി തുറന്നിട്ടുണ്ട്. നമുക്ക് അതിന് മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ പുറത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കമ്പനി റോക്ക് ലൈറ്റ് QC പാസ്ഡ് സീൽഡ് പ്രൊഡക്റ്റ് വന്നത്. അപ്പോൾ കമ്പനിയുടെ പേരിൻ്റെ റോക്ക് ലൈറ്റ് RL890. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേര്. ഇതൊരു എമർജൻസി ലാമ്പാണെന്ന് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തോന്നും, പക്ഷേ സത്യം പറഞ്ഞാൽ അത് എമർജൻസി ലാമ്പാണ്. ബട്ട് അതിൻ്റെ അകത്ത് ഇൻബിൽട്ട് ബാറ്ററിയും എല്ലാമായിട്ടാണ് വന്നത്. 6 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. തന്നെയാണ് എല്ലാ കൺട്രോളറും. എന്ന് വെച്ചാൽ സോളാർ പാനലിൽ നിന്ന് വന്ന ഇൻപുട്ട് സ്വീകരിക്കാനും അത് ഔട്ട്പുട്ട് നമ്മൾ ഈ ഫോൺ ചാർജ് ചെയ്യുന്ന പോർട്ടുകളിലേക്കോ അല്ലെങ്കിൽ ഈ നമ്മുടെ ബൾബ് വയ്ക്കുന്ന പോർട്ടുകളിലേക്കോ കൺവേർട്ട് ചെയ്ത് വിടാനുള്ള ഫുൾ സിസ്റ്റം ഇരിക്കുന്നത് ഇതിൻ്റെ അകത്താണ്. ഈ ഒരു ട്യൂണിൻ്റെ അകത്താണ്. നമ്മൾ DIY സോളാർ പാനൽ ഉണ്ടാക്കുന്നവരെ കണ്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഒരു സോളാർ പാനൽ ഉണ്ടാവും. സോളറിൽ നിന്ന് വന്ന വോൾട്ടേജിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ഉണ്ടാവും. ആ യൂണിറ്റ് പിന്നെ നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കും. AC ആക്കണമെങ്കിൽ ഇൻവെർട്ടർ വെച്ച് AC വോൾട്ടേജ് ആയിട്ട് നമ്മൾ പുറത്തെടുക്കും. അപ്പോൾ AC ആക്കാനുള്ള യൂണിറ്റ് ഇതിൻ്റെ അകത്തില്ല. ബട്ട് ബാക്കിയുള്ള അതിന് മുന്നേ പറഞ്ഞ കൺട്രോൾ യൂണിറ്റ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇത് സോളാർ പാനൽ. പിന്നെ 2 ബൾബാണ് ഇവർ ഇതിൻ്റെ കൂടെ തന്നെ. 2 അത്യാവശ്യം വോൾട്ടേജ് ഉള്ളൊരു LED ബൾബാണ് ഇതിൻ്റെ കൂടെ ഇവർ തന്നത്. പിന്നെ മാക്സിമം ലൈറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 26 hours ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വന്നതാണ് 4-in-1 ചാർജ് കേബിൾ. മിക്ക ഫോണുകളും ചാർജ് ചെയ്യാം. USB പോർട്ട് ഫോർ ചാർജിങ്, അതായത് ഫോൺ ചാർജ് ചെയ്യാനുള്ള USB പോർട്ടിൻ്റെ ഇൻബിൽട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ താഴെ തന്നെ ഇവിടെ റോക്ക് ലൈറ്റിൻ്റെ ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ പാനലിൻ്റെ ഒരു പടമാണ് കാണിച്ചത്. ശരിക്കും എന്ന് വെച്ചാൽ ഈ യൂണിറ്റ് നേരത്തെ പറഞ്ഞ യൂണിറ്റില്ല, ആ യൂണിറ്റിൻ്റെ പുറകിൽ തന്നെ പാനലാണ്. അത് ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മുകളിലേക്ക് പോകുമ്പോൾ വെച്ചാൽ ഇതിലേക്ക് നമ്മളെങ്ങനെ കണക്ഷൻ വന്നേന്നാണ്. അതായത് സോളാർ പാനൽ ഇതിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഇതിൽ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്നവർ എഴുതിയിട്ടുണ്ട്. ചാർജ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞങ്ങളിതൊരു ചാർജ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞങ്ങളൊക്കെ ഫോൺ ചാർജ് ചെയ്ത് നോക്കി. പിന്നെ ഇതിൽ നമുക്ക് MP3 പ്ലെയർ നമ്മുടെ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാമറ ചാർജ് ചെയ്യാം. പിന്നെ DV ക്യാമറ, നമ്മുടെ വീഡിയോ ക്യാമറാസ് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ PlayStation കൺസോൾ ഉണ്ടല്ലോ, ആ കൺസോളൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഡിസ്പ്ലേ സൈഡിൽ. പിന്നെ ഈ സൈഡിലേക്ക് പോകുമ്പോൾ വെച്ചാൽ അതിൻ്റെ ഡയറക്ഷൻസ് ഓഫ് യൂസ് ആണ്, എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കണം, എന്തൊക്കെ ചെയ്യണം, അങ്ങനെ കാര്യങ്ങളാണ് ഇതിൽ എഴുതിയേക്കുന്നത്. അതൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള. നമുക്കപ്പോൾ എന്തായാലും അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ഇതിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ തുറക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അകത്ത് ഓരോ സാധനങ്ങൾ വെച്ചേക്കുന്ന പെട്ടികളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പെർഫെക്റ്റ് പാക്കിങ്ങിലാണ് ഇത് വന്നത്. ഒരു നല്ലോണം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഈ തെർമോക്കോളിൻ്റെ ഷീറ്റ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഇതൊരു നല്ലൊരു ബോക്സിലായിട്ടാണ് വന്നത്. ഈ ഒരു LED ബൾബാണ്. അത്യാവശ്യം നല്ല വാട്ടേജ് ഉള്ള LED ബൾബ് തന്നെയാണ്. അപ്പോൾ അതിൽ നല്ലൊരു 2 കോർ വയറൊക്കെ ഇട്ട് നല്ല പെർഫെക്റ്റ് നല്ല സൂപ്പർ വയറാണ്. കാണുമ്പോൾ തന്നെ അത് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, അത് ചുമ്മാ വെറുതെ കിടക്കുന്ന വയറല്ല. അപ്പോൾ നല്ലൊരു വയറിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു DC ജാക്ക് ഉണ്ട് ഡയറക്റ്റ് കുത്താൻ വേണ്ടി. അത് ഏറ്റവും നല്ലൊരു ഉപകാരപ്പെട്ട കാര്യമാണ്. കാരണം DC ജാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കൺസോളിലേക്ക് ഡയറക്റ്റ് കുത്തുന്നത് ഈ DC ജാക്ക് വഴിയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഇതിൻ്റെ കൂടെ ഒരു ഹുക്ക് വെച്ചിട്ടുണ്ട്. ഹുക്ക് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴേക്കായാലും തൂക്കിയിടേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഹുക്കുമ്പോൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വെച്ചല്ല വന്നത്, ഞാനത് വെച്ചതാണ്. കണ്ടോ, ഇതുപോലെ എടുക്കും. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇവിടെ ഒരു ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് അവർ അതിന് വേണ്ടി. നല്ലൊരു ബിൽഡാണ്, എനിക്കത് ഇഷ്ടമായത് നല്ലോണം. കണ്ടോ, എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തൂക്കിയിടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു ബൾബാണ്. അപ്പോൾ അതൊരെണ്ണം. ഇതൊരു വൈറ്റ് ബോക്സിലാണ് ഇവരിത് വന്നത്. ഞങ്ങൾ ഓൾറെഡി ഇത് എടുത്തതുകൊണ്ട് ഓക്കെ. അടുത്ത ബൾബ് ഇത് തന്നെയാണ്. കണ്ടോ,
ഇതുപോലെ തന്നെ ഹുക്ക് ഇട്ട് നല്ലൊരു വയറാണിത്, നല്ലോണം കേസ് ചെയ്തൊക്കെയാണ് അവർ വന്നേക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പാനലിൻ്റെ പുറകിൽ 3 LED ബൾബ് കുത്താനുള്ള ജാക്കാണ്, LED ബൾബ് കുത്താനുള്ള സോക്കറ്റാണ് ഉള്ളത്. പക്ഷേ നമുക്ക് കമ്പനി ഫ്രീ ആയിട്ട് തന്നെ 2 ഉള്ളൂ. 2 മതി, നമുക്ക് പിന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഈ DC ജാക്കൊക്കെ വാങ്ങി വയറൊക്കെ വെച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഈ പരിപാടി. പിന്നെ അതിനുശേഷം തന്നെയാണ് ഒരു അഡാപ്റ്റർ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും സോളാർ പവേർഡ് അല്ലേ, പിന്നെ അതിനൊരു AC അഡാപ്റ്റർ എന്നായിരിക്കും. വേറെ ഒന്നുമല്ല, നമുക്കിത് സോളാറായിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത്, നമ്മുടെ വീടുകളിൽ കറണ്ടൊക്കെ പോയ എമർജൻസി ലാമ്പായിട്ട് ഇത് ഉപയോഗിക്കാം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ബാറ്ററി നമുക്ക് AC പവർ ഊത്തി, കറണ്ട് വരുമ്പോൾ AC പവർ ഊത്തിയും ചാർജ് ചെയ്യാനുള്ള ഒരു ഒരു എന്താ പറയുക അഡാപ്റ്ററാണിത്. റോക്ക് ലൈറ്റിൻ്റെ അഡാപ്റ്റർ. ഇൻപുട്ട് AC 240 വോൾട്ട് വരെ, ഔട്ട്പുട്ട് 6 വോൾട്ട് 700 mAh ആണ് ഇതിൻ്റെ റേറ്റിംഗ് ഔട്ട്പുട്ട്. അപ്പോൾ പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ ചാർജർ വയറാണ്. നമ്മുടെ നോർമൽ USB പോർട്ട്, ഇതാണ് നമ്മുടെ എന്താ പറയുക സോളാർ പാനലിൽ കൺസോളിൽ കുത്തുന്നത്. അതിൽ നിന്ന് ഔട്ടായിട്ട് നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ പഴയ നമ്മുടെ മൈക്രോ USB പോർട്ട്, നമ്മുടെ DC ജാക്ക്, പഴയ നമ്മുടെ നോക്കിയയുടെ ഫോണിൻ്റെയൊക്കെ ചാർജർ. പിന്നെ നമ്മുടെ V3 ജാക്ക് ഉണ്ട്, പിന്നെ പഴയ നമ്മുടെ ഐഫോണിൻ്റെയൊക്കെ ടൈപ്പ് പോർട്ടാണ്. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇത് തന്നെ എല്ലാവരും ഉപയോഗിക്കണമെന്നില്ല. എന്ന് വെച്ചാൽ ഒറ്റ നമ്മുടെ സാധാ USB കേബിളായിട്ട് നമ്മുടെ ഫോണിൻ്റെ ചാർജർ സാധാ USB കേബിൾ എടുത്ത് ഡയറക്റ്റ് കുത്തി വർക്ക് ചെയ്യാം. അതല്ല, ഇതിൽ കൂടുതൽ സ്പ്ലിറ്റേഴ്സ്, അതായത് പല ടൈപ്പ് ചാർജിന് വേണ്ടി സ്പ്ലിറ്റായിട്ട് വന്നതൊക്കെ നമുക്ക് കടകൾ വാങ്ങിയിട്ടും അത് കുത്തിയാലും മതി. അറ്റത്ത് ഈ USB ടൈപ്പ് ഉണ്ടാവണം എന്നുള്ളൂ. നമ്മുടെ നേരെ കൺസോളിൽ കുത്തി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഞാൻ നമ്മുടെ മെയിൻ സാധനം നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ റോക്ക് ലൈറ്റിൻ്റെ നമ്മുടെ മെയിൻ യൂണിറ്റ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി, ശരിക്കും പറഞ്ഞാന്ന് വെച്ചാൽ. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് ഓൺലൈനിൽ നമ്മുടെ ആമസോണിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, നമുക്ക് ഇങ്ങനത്തെ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. ചൈന പ്രൊഡക്റ്റ് എന്ന് ഞാൻ അതിശയിപ്പിക്കുന്നതല്ല. ചൈന പ്രൊഡക്ട്സ് ഇപ്പോൾ നല്ല സാധനങ്ങളാണെന്ന് അറിയാലോ, നല്ല വാറൻറ്റി ഉള്ള സാധനമാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് വന്നതെന്നൊക്കെ നമുക്കറിയാലോ. സോ അപ്പോൾ ആ പ്രൊഡക്റ്റ് പോലെ അല്ല ഇത്, നല്ല ബിൽഡ് ക്വാളിറ്റി പക്കയാണ് ഇതിൻ്റെ. എന്ന് വെച്ചാൽ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നുള്ളത് പ്ലാസ്റ്റിക്കാണെന്ന് തോന്നണില്ല. ഇത് അലൂമിനിയത്തിൻ്റെ പോലത്തെ ഒരു കേസിംഗ് ആണ്. ഈ സൈഡ് 2 സൈഡ് മാത്രം, ബാക്കിയെല്ലാം പ്ലാസ്റ്റിക്കാണ്. പക്ഷേ നല്ല കൂടിയ നല്ല പ്ലാസ്റ്റിക്കാണ്, നല്ല മെറ്റീരിയലാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇതേ നമ്മുടെ 2 ട്യൂബുകളുണ്ട്. അതായത് നമ്മുടെ എമർജൻസി ലാമ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞില്ല, എമർജൻസി ലാമ്പായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള 2 ട്യൂബ് ഉണ്ട്. പിന്നെ അത് ഒരു പ്ലാസ്റ്റിക് ഇതൊക്കെ വെച്ച് അവർ ഇപ്പോൾ ഫ്ലോട്ട് ചെയ്ത് വെച്ചേക്കാണ്, ഞങ്ങളത് പൊളിച്ച് കളഞ്ഞിട്ടുള്ള. മുകളിൽ റോക്ക് ലൈറ്റിൻ്റെ കമ്പനി അതിൻ്റെ പേരൊക്കെ ഉണ്ട്. സോ ഞാൻ പറഞ്ഞ അലൂമിനിയം കേസിംഗ് 2 സൈഡിലും, അത് അത് തന്നെ അറിയാം നമുക്ക്. പിന്നെ ഈ സൈഡിലാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ചാർജറിൽ നിന്ന് വന്നത്, അല്ലെങ്കിൽ നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വന്നതായാലും ചാർജറിൽ നിന്ന് വരാം. അതായത് നമ്മുടെ നേരത്തെ കാണിച്ച അഡാപ്റ്റർ ഉണ്ട്, അഡാപ്റ്ററിൽ നിന്ന് ചാർജ് ചെയ്യുകയാണെങ്കിൽ 6 വോൾട്ട് 700 mAh ആണ്. സോളാർ പാനലിൽ കണക്ട് ചെയ്യണമെങ്കിൽ 6 വോൾട്ടിന് 500 mAh കറണ്ട് റേറ്റിംഗിലാണ് ചാർജിങ് നടക്കുന്നത്. പിന്നെ USB പോർട്ടിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് 500 mAh ആയിരിക്കും. പിന്നെ DC ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 വോൾട്ട് 200 mAh. പിന്നെ LED, അതായത് 6 വാട്ടിൻ്റെ LED ആണ്, LED ബൾബുകളാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. സോ DC LED ഔട്ട്പുട്ടിൻ്റെ പവർ എന്ന് പറയുന്നത് 6 വാട്ടായിരിക്കും. അപ്പോൾ നിങ്ങളോട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞപ്പോൾ വായിച്ചു നോക്കണുള്ളൂ, വേറെ ഒന്നുമല്ല. ലോങ്ങസ്റ്റ് ചാർജിങ് ടൈം, അതായത് ഇത് ചാർജ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് 24 മണിക്കൂർ കൂടാൻ പാടില്ല. അതായത് 24 മണിക്കൂർ കൂടുതൽ ഇതിനെ ചാർജ് ചെയ്യാൻ കുത്തിരാൻ പാടില്ല. നമ്മുടെ അഡാപ്റ്റർ വെച്ച് കുത്തിരാൻ പാടില്ല. സോളാർ പാനലിൻ്റെ കേസല്ല പറയുന്നത്, അഡാപ്റ്റർ വെച്ച് കുത്തിരാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ചാർജ് ചെയ്യാൻ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ DC ഇൻ പോർട്ട് ഉണ്ടല്ലോ, ഈ DC ഇൻ സോക്കറ്റ്, ഈ സോക്കറ്റിലാണ് നമ്മൾ അഡാപ്റ്റർ കുത്തി ചാർജ് ചെയ്യുന്നത്. ഈ സെയിം സോക്കറ്റുകൾ തന്നെയാണ് ഈ മുകളിൽ വന്നേക്കുന്നത്. സോ അറിയാണ്ട് തെറ്റിപ്പോയി ഇവിടെ കുത്തുന്നതിന് പകരം ഇവിടെ കൊണ്ടുപോയി കുത്തിയിട്ട് പവർ ഓൺ ചെയ്യരുത്. അതാണ് രണ്ടാമത്തെ പറയുന്നത്. വേറെ ഒന്നുമല്ല, ഇന്റേണൽ കമ്പോണൻസ് മൊത്തം അടിച്ചു. സോ 6 വോൾട്ട് ആണ് ഇൻപുട്ട് വരുന്നത്. പക്ഷേ അത് താങ്ങാത്ത ഇന്റേണൽ കമ്പോണൻസ് എന്തായാലും സർക്യൂട്ടിലുണ്ടാകും, അതൊക്കെ കത്തിപ്പോകും. സോ എപ്പോഴും നോക്കിയിട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ DC അഡാപ്റ്റർ കുത്തുമ്പോൾ ചെയ്യണേന്ന് എന്താ പറയുക ഇൻസേർട്ട് ചെയ്യണേന്ന് ഉറപ്പ് വരുത്താം. ബാക്കിയുള്ള മുകളിൽ LEDകൾ വരാനുള്ള ഇതിലൊന്നും കുത്തരുത്. അപ്പോൾ അതാണ് കോഷൻ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും എല്ലാ 2 മാസത്തിലും നിങ്ങൾ ചാർജ് ചെയ്തിരിക്കണം. ഈ സാധനം ചാർജ് വേറെ ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് ബാറ്ററി പോകും. ബാറ്ററി പോയാൽ പിന്നെ പുതിയ ബാറ്ററി വാങ്ങാൻ നടക്കണം. അപ്പോൾ അതിനൊക്കെ കഷ്ടപ്പാടാണ്. സോ അതുകൊണ്ട് 2 മാസത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഓരോ 2 മാസത്തിൽ നിങ്ങൾ ചാർജ് ചെയ്തിരിക്കണം. അതിനെക്കുറിച്ചാണ് അത്രയും പറയാനുള്ളത് കോഷൻസ്. ഇനി നമുക്ക് താഴെ ഇതിൻ്റെ പാനലിൻ്റെ അങ്ങോട്ട് പോകാം. ഉള്ളത് 3 LED ബൾബുകൾ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റുകൾ ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് 2 LED ബൾബുകളാണ് തന്നത്. സോ 2 കുത്താം. പിന്നെ വേറെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുത്താൽ കുത്താവുന്ന 3 LED ബൾബുകൾ കുത്താനുള്ള സോക്കറ്റ് ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇത് മാസ്റ്റർ സ്വിച്ച് ആണ്. മാസ്റ്റർ സ്വിച്ച് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ചാർജ് ചെയ്യുന്ന ബാറ്ററി ഉണ്ടല്ലോ, ബാറ്ററി എന്നുള്ള ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള മാസ്റ്റർ സ്വിച്ച് ആണ്. ഇത് ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് വരുള്ളൂ. അതായത് ഈ സോക്കറ്റുകളിൽ കൂടെ ഔട്ട്പുട്ട് വരുള്ളൂ. നമുക്ക് പിന്നെ USB പോർട്ടിൽ കൂടെ ഔട്ട്പുട്ടൊക്കെ വന്നെങ്കിൽ അത് ഓണാക്കണം. ഇത് ഓണാക്കിയാലേ നമ്മുടെ എമർജൻസി ലാമ്പ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ്. പിന്നെ ഇവിടെ ഒരു ചാർജിങ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഒരു LED ബൾബ് ഉണ്ട്. റെഡ് LED ബൾബാണ് അത്. വേറെ ഒന്നുമല്ല, നമ്മുടെ സോളാർ പാനലില്ലേ, സോളാർ പാനൽ കുത്തിയാലും നമ്മുടെ ചാർജിങ് പോർട്ട് കുത്തിയാലും ചാർജ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻഡിക്കേറ്റർ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു LED ബൾബാണ് ജസ്റ്റ്. ഇത് ഓണോ സ്വിച്ച്. ഈ ഓണോ സ്വിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ ഈ നമ്മുടെ ഇതുണ്ടല്ലോ എമർജൻസി ട്യൂബ് ലൈറ്റ്സ്, ആ ട്യൂബ് ലൈറ്റ്സ് ഓൺ ആക്കാനുള്ളതാണ്. അതായത് ഓപ്പോസിഷൻ ആണ് നടുക്ക്. ഇപ്പുറത്തേക്ക് ഇട്ടാൽ അത് ഹൈ ബീം ആയിരിക്കും, ഇപ്പുറത്തേക്ക് ഇട്ടാൽ ലോ ബീം ആയിരിക്കും, കുറച്ച് വെളിച്ചം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടിയുള്ളതാണ്.
അപ്പോൾ ഓഫിൽ നാട് പൊസിഷൻ എന്ന് വെച്ചാൽ ഓഫാണ്. അതിൻ്റെ താഴെയുള്ളത് നമ്മുടെ USB പോർട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വയറുകൾ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യണമല്ലോ അങ്ങനെ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ USB പോർട്ട് വഴി കുത്തി ഔട്ട്പുട്ട് എടുക്കാനുള്ളതാണിത്. ഇത് നമ്മുടെ DC ഇൻ പോർട്ട്, അതായത് നമ്മുടെ സോളാർ പാനൽ ഇല്ലാണ്ട് നമുക്ക് എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ ഇടണമെങ്കിൽ ആ DC അഡാപ്റ്റർ കുത്താനുള്ള പോർട്ടാണ് 6 വോൾട്ട് DC ഇൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കുക, ഇവിടെ കുത്തുന്നതിന് പകരം ഇവിടെ കൊണ്ടുവന്ന് കുത്തി ഓൺ ചെയ്യരുത് ഒരിക്കലും, അകത്തുള്ള കടിച്ചു പോകും. പിന്നെ താഴെ ഉള്ളതെന്ന് പറയുന്നത് ഒരു ലെവൽ ഇൻഡിക്കേറ്ററാണ്, അത് ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററാണ്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചേക്കണ ബാറ്ററിയുടെ എന്തോരം ബാക്കിയുണ്ട് ചാർജുള്ളതാണ്. 100%, 75%, 50%, 25% കാണിക്കാനുള്ള LED ഇൻഡിക്കേറ്ററാണ്. ഓരോന്ന് കുറയണനുസരിച്ച് മാറിക്കൊള്ളും. പച്ച നിറത്തിലായിരിക്കും ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ അടുത്താണ് നമ്മുടെ സോളാർ പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 6 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന സോളാർ പാനൽ. നല്ല കൂടിയ സോളാർ പാനൽ തന്നെയാണ്, നല്ല ക്വാളിറ്റി സോളാർ പാനലാണ്. 6 വോൾട്ട് ഔട്ട്പുട്ടാണ് ഇതിൻ്റെ. ഇത് വെച്ചാണ് നമ്മുടെ മൊത്തം യൂണിറ്റ് ചാർജ് ചെയ്യണത്. അപ്പോൾ നല്ല പാക്കിങ്ങിലാണ് നമുക്കിത് കയറി വന്നത് സാധനം. ഒരു പ്ലാസ്റ്റിക് കേസിംഗ് ആണ്, ഒരു യെല്ലോ കളർ പ്ലാസ്റ്റിക് കേസിംഗ്. നല്ല ഡുവൽ കോർ നല്ല ക്വാളിറ്റിയുള്ള വയറിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ DC ജാക്ക് ഉണ്ട് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. നമുക്കിത് എവിടെയെങ്കിലും സ്റ്റാൻഡ് പോലെയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ, അത് നമുക്ക് എന്തെങ്കിലും ഇതുണ്ടായി നമുക്ക് എവിടെയെങ്കിലും പോകേണ്ടിയൊക്കെ വന്നു നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണം എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്റ്റാൻഡ് പോലെ വെക്കാൻ വേണ്ടിയുള്ള സംഭവമുണ്ട്. 2 കാലുണ്ട്, പിന്നെ തൂക്കിയിടാനുള്ള ഹുക്ക് ഹോളുകളും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും പറഞ്ഞ സാധനങ്ങളാണ് നമ്മുടെ ഈ ഒറ്റ പാക്കിങ്ങിൽ വന്നത്. 2500 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. അത് പുറത്ത് വെച്ച് കാണിക്കണം, നമുക്ക് അകത്ത് ഇൻഡോർ പോയിട്ട് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെ ഇതിൻ്റെ വർക്കിംഗ്, എങ്ങനെയൊക്കെ കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്, ഔട്ട്പുട്ട് എത്ര വോൾട്ടേജ് വരും, ഫുൾ കാര്യങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കതിന് നേരെ അകത്തേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ കണക്ഷൻ നോക്കാം. അതിന് മുന്നേ നമുക്കിതൊരു എമർജൻസി ലാമ്പായിട്ട്, സാധാ ഒരു എമർജൻസി ലാമ്പായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു മാസ്റ്റർ സ്വിച്ച് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് മാസ്റ്റർ സ്വിച്ച് കമ്പനി വരുമ്പോൾ ഇതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കേസിംഗ് ഒക്കെ വെച്ചാണ് വരുന്നത്. അത് നല്ല കാര്യമാണ്, പ്രൊട്ടക്ഷന് വേണ്ടി. അപ്പോൾ നമുക്ക് ഇത് ഓണാക്കിയാലേ ബാറ്ററിയിൽ നിന്നുള്ള ഔട്ട്പുട്ട് എല്ലാ പോർട്ടുകളിലേക്കും ഫ്രണ്ടിലെ ആ ട്യൂബ് ലൈറ്റുകളിലേക്കും വരുള്ളൂ. സോ നമുക്ക് ആദ്യം ഒന്ന് അത് ഓണാക്കാം. നമുക്കിവിടെ കാണാം നമ്മുടെ ആ ഗ്രീൻ ലൈറ്റുകൾ കത്തി, അതായത് ബാറ്ററി ചാർജ് ആണ്, അവിടെ ഇൻഡിക്കേറ്ററാണ് കാണിക്കുന്നത്. ഇപ്പോൾ 100% ചാർജ് ഉണ്ട്, ഫുൾ ചാർജ്. അതെന്ന് വെച്ചാൽ ഞങ്ങൾ ചാർജ് ചെയ്യേണ്ടി വന്നില്ല, ഔട്ട് ഓഫ് ദ ബോക്സ് ഇത് ഫുള്ളി ചാർജ്ഡ് ആയിരുന്നു. 100% തന്നെയാണ്. ഇപ്പോൾ ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല, അപ്പോൾ അത് കുറഞ്ഞിട്ടുമില്ല. സോ അപ്പോൾ നമുക്ക് നോക്കാം. ഇനി എമർജൻസി ലാമ്പ് വർക്ക് ചെയ്യിക്കാൻ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു, ആദ്യം സ്വിച്ച് ഓൺ ചെയ്യുക. പിന്നെ ഇതാണ് എമർജൻസി ലാമ്പ് കൺട്രോൾ ചെയ്യണം, അതായത് ഓൺ ഓഫ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച്. ഈ സ്വിച്ച് നമുക്ക് ആദ്യം ഓഫ് പൊസിഷനാണ് നടക്കുക, അതിൽ നിന്ന് ലോയിലേക്ക് ഇടാം. കേട്ടോ, ലോയിലേക്ക് ഇട്ടപ്പോൾ ഒരു ലോ കളർ ലൈറ്റ് നമുക്ക് കിട്ടി. അതിനുശേഷം അത് ഹൈ ആക്കണം എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ഇപ്പുറത്തേക്ക് ഇടാം. അപ്പോൾ ഒന്ന് ഹൈ കിട്ടും. അത് നിങ്ങൾ വാങ്ങിക്കേണ്ട കുറച്ചുകൂടി ഇട്ടുള്ള ഇതിൽ വെച്ച് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കുറച്ചുകൂടി. അപ്പോൾ അതാണ് ഹൈ ലോ പൊസിഷൻ. അത് നമുക്ക് ഇതിൻ്റെ പുറകിൽ ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ലോ, ഇത് ഓഫ്, ഇത് ഹൈ പൊസിഷൻ. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ നമുക്ക് സോളാർ പാനലിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സോളാർ പാനൽ, 6 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന സോളാർ പാനലാണത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ പുറത്തുനിന്ന് തന്നെ ലൈറ്റിംഗ്, അല്ലെങ്കിൽ റൂമിൻ്റെ ലൈറ്റിംഗ് വെച്ച് ഇതിൽ നിന്ന് നമുക്ക് എന്തോരം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ ഒരു ടെർമിനൽ കണക്ട് ചെയ്യാം. അപ്പോൾ അതെ 5.5859 വോൾട്ട്, 5.6 വോൾട്ട് വരെ നമുക്ക് നോർമൽ ലൈറ്റിംഗ്, അതായത് ജസ്റ്റ് ഈ ജനലിൽ കൂടെ അകത്തേക്ക് വന്ന ലൈറ്റിംഗിൽ നമുക്ക് കാണിക്കേണ്ടത്. അത് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ടാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അത് കറക്റ്റാണോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സോളാർ പാനൽ എടുത്ത് ലൈറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. കണ്ടോ, ലൈറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ അപ്പോൾ ഞാൻ താഴ്ത്തി ഇങ്ങനെ പിടിച്ചേക്കാണ്. താഴ്ത്തി പിടിച്ച് കഴിയുമ്പോൾ തന്നെ അത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും നമ്മുടെ നോർമൽ ലൈറ്റിംഗ് തന്നെ 3.7, 3.75 ആ റേഞ്ചിൽ നമുക്ക് ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്. ആ ലൈറ്റിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ 5.56, 5.59 വോൾട്ട്, അതായത് 6 വോൾട്ടിനടുത്ത് ഔട്ട്പുട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ പക്ക സോളാർ പാനലാണ്, നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ നമുക്ക് യൂണിറ്റിലേക്ക് കുത്തി നോക്കാം. അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ സോളാർ പാനൽ നേരെ, അതായത് നമ്മുടെ DC ചാർജ് ചെയ്യുന്ന നമ്മുടെ അഡാപ്റ്റർ കുത്തുന്ന പോർട്ടിൽ തന്നെയാണ് സോളാർ പാനൽ. കാരണം ഇൻപുട്ട് വോൾട്ടേജ് ആണല്ലോ ഇതിനെ ചാർജ് ചെയ്യാനുള്ള വോൾട്ടേജ്. സോ നമുക്ക് നേരെ ഇതിലേക്ക് കുത്തി നോക്കാം. കണ്ടോ, കുത്തി നോക്കിയപ്പോൾ തന്നെ നമ്മുടെ ചാർജിങ് എന്നുള്ള ഒരു റെഡ് ഇൻഡിക്കേറ്റർ ഓണായി. അതായത് സോളാർ പാനൽ ഇപ്പോൾ ലൈറ്റിൽ നിന്ന് എടുത്ത് കൺവേർട്ട് ചെയ്ത് ഈ യൂണിറ്റിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്റ്റിൽ അത് പിന്നെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ ആ ഒരു ലൈറ്റിൽ നിന്ന് മാറ്റി പിടിച്ചപ്പോഴേക്കും ആ ചാർജിങ് പോയി. ലൈറ്റിലേക്ക് നേരെ കൊണ്ടുവന്നതേ വെക്കുമ്പോഴേക്കും ആ ചാർജിങ് വന്നു. അപ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു വെയിലൊന്നും വേണ്ട ഇത് ചാർജ് ആവാൻ വേണ്ടി. നല്ല അത്രയും വെയിലൊന്നും വേണ്ട, നമ്മുടെ നോർമൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ പറ്റും. മേ ബി നമ്മുടെ ട്യൂബ് ലൈറ്റ്, റൂമിൻ്റെ അകത്ത് ലൈറ്റുകളിൽ നിന്ന് പോലും ഇത് ചാർജ് ആവും. ആ ലൈറ്റിൻ്റെ ഒരു സോഴ്സ് കിട്ടിയാൽ മതി. അപ്പോൾ അത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഓരോ LED ബൾബുകളായിട്ട് കുത്തി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു LED ബൾബ് എടുത്ത് ഇതിൻ്റെ പോർട്ടിലേക്ക് കുത്താം. പിന്നെ രണ്ടാമത്തെ LED ബൾബ്. തൽക്കാലം ഇത് രണ്ടും നമുക്ക് കുത്തി വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഔട്ട്പുട്ട് വരണമെങ്കിൽ നമ്മുടെ ഇതിൻ്റെ മാസ്റ്റർ സ്വിച്ച് ഓൺ ആക്കി ഇടണം. മാസ്റ്റർ സ്വിച്ച് ഓൺ ആക്കിയാലേ ഔട്ട്പുട്ട് വരുള്ളൂ, എല്ലാത്തിലേക്ക് ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഓൺ ആക്കി നോക്കാം. കേട്ടോ, അതാണ് 6 വാട്ടിൻ്റെ LED ബൾബുകളാണ് രണ്ടെണ്ണം. രണ്ടും നല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. കുറച്ചുകൂടി ഇട്ടുള്ള മുറിയിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ
എൻ്റെ ബൾബ്. അപ്പോൾ നമുക്ക് തൂക്കിയിടണം എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഉണ്ടോ, നമുക്കിവിടെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളും, പ്രശ്നമില്ല. ഓക്കെ, ഇനി ഇത് ഓണായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് അതെ, നമ്മുടെ യൂണിവേഴ്സൽ മൈക്രോ USB പോർട്ട് ഉണ്ടോ, മൈക്രോ USB പോർട്ട് എടുത്ത് ഞാൻ എൻ്റെ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പോകണം. 38% പിന്നെ ഫോണിൻ്റെ ചാർജ് അതുകൊണ്ടോ ചാർജ് ആവും. അറ്റ് ടൈം ബൾബും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സോളാർ പാനൽ തൽക്കാലം കുത്തിയുള്ള കാരണം ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫുള്ളി ചാർജ്ഡ് ആണ് ഓൾറെഡി. അപ്പോൾ ആ സമയത്ത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയാണ്. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് എമർജൻസി വർക്ക് ചെയ്ത് നോക്കാം. കേട്ടോ, എമർജൻസി ലാമ്പും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എമർജൻസി ലാമ്പും അതെ, ഫോൺ അറ്റ് ടൈം ചാർജ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2 LED ബൾബുകളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെ, നമുക്കൊന്ന് നമ്മുടെ AC അഡാപ്റ്ററും കൂടി കുത്തി ഇതിനൊന്ന് ചാർജ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നമ്മൾ എത്ര നേരം നമ്മൾ സോളാർ പാനൽ കുത്തിയാണ് അതിനെ ചാർജ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ നമുക്കതിന് തന്നെ നോക്കാം. നമ്മുടെ സോളാർ പാനലിൽ കൊടുക്കണ, അതെ സോളാർ പാനലിൽ നിന്നുള്ള ഔട്ട് കൊടുക്കണ സെയിം പോർട്ടിൽ തന്നെ കുത്താം. പിന്നെയും പറയാണ്, ഈ പോർട്ടുകളൊന്നും കൊണ്ടുപോയി കുത്തിയേക്കരുത്. കുത്തി നോക്കാം. അപ്പോൾ നമുക്ക് പവർ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ പവർ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് കേട്ടോ, അവിടെ ചാർജിങ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സോളാർ പാനൽ ഇല്ലാത്ത സമയത്ത് സോളാർ പാനൽ ഉപയോഗിച്ച് ചാർജ് ചെയ്യണമെന്നില്ല. എപ്പോഴും നമ്മുടെ നോർമൽ ഒരു എമർജൻസി, നമ്മുടെ വീടുകളിലുള്ള എമർജൻസിയോ അങ്ങനത്തെ ടേബിൾ ലാമ്പുകളോ ചാർജ് ചെയ്യണ പോലെ അഡാപ്റ്ററിൽ കുത്തി ചാർജ് ചെയ്യണം. 6 വോൾട്ട് ഔട്ട്പുട്ട് വെച്ച് ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്തോളും. നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും 2 മാസത്തിലൊരിക്കൽ ഒന്ന് ചാർജ് ചെയ്ത് വെച്ചേക്കാം. ബാറ്ററി ചുമ്മാ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആയിപ്പോൾ ബാറ്ററിയുടെ പുറകെ നടക്കേണ്ടി വരും. സോ അതിനൊന്നും ആവശ്യമില്ലാണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചാർജ് ചെയ്ത് വെക്കാം. വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കാം, കറണ്ട് പോണ അവസരങ്ങളിലായാലും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ തീരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മളെല്ലാവരോടും. വേറെ ഒന്നുമല്ല, നമുക്കറിയാം ഇപ്പോൾ മഴ കൂടി വരാണ്, മഴ വന്ന സാഹചര്യമാണ്. എല്ലാവരും വെള്ളപ്പൊക്കം ഇനിയും വരുമോ, പ്രളയം ഇനിയും വരുമോ എന്നുള്ള പേടിച്ചുകൊണ്ടിരിക്കുക. വരല്ലേന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കാര്യങ്ങൾ അതോറിറ്റീസ് വേണ്ട രീതിയിൽ ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ വേറെ ഒന്നുമല്ല, ആദ്യത്തെ ഒരു പ്രളയത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള 2 നിലയുള്ള വീട്ടുകാരോടാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണെങ്കിൽ ഒരിക്കലും വീടിൻ്റെ മുകളിലത്തെ നിലകളിലേക്ക് പോയി ഇരിക്കരുത്. കാര്യം നിങ്ങൾക്ക് അപ്പോൾ തോന്നും സേഫാണ്, വെള്ളം അടി കൂടെ പൊക്കോളൂല്ലോ. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഫുഡ് തീരും, വെള്ളം തീരും, ആരുമില്ലാണ്ടാവും, ഒറ്റപ്പെടുന്ന അവസ്ഥ. മനുഷ്യന്മാരാണ്, ഒറ്റപ്പെടുന്ന ആ ഒരു അവസ്ഥ കുറേ ഇത് കഴിയുമ്പോൾ മൊത്തം മാനസിക നിലയായിരിക്കും. ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, കണ്ട കാര്യങ്ങളാണ്, പലവർക്കും പറ്റിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സോ ഒരിക്കലും എല്ലാവരും ആദ്യം സ്വന്തം കുടുംബം സേഫ് ആകാൻ നോക്കുക. നിങ്ങൾക്ക് മാറ്റാൻ പറ്റാവുന്ന സാധനങ്ങൾ ഒന്നില്ല 2 നിലയുള്ളവരാണെങ്കിൽ വീടിൻ്റെ മുകളിലേക്ക് മാറ്റാം, മുകളിലത്തെ നിലയിൽ ഏതെങ്കിലും റൂമിൻ്റെ ബർത്തിൻ്റെ മുകളിലേക്ക് മാറ്റാം. അല്ല 1 നിലയുള്ളവരാണെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലേക്ക്, ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് മാറ്റാം. എല്ലാവരും സഹായിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എല്ലാവരും ഒഴിഞ്ഞു കൊടുക്കുക. നമുക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റാത്തൊരു സാധനമാണ് വെള്ളം. വെള്ളത്തിൻ്റെ പവർ മനസ്സിലാവില്ല, നമുക്കത് നേരിട്ട് വന്നേ ഇവിടെ മനസ്സിലാവുള്ളൂ. സോ എൻ്റെ വീട് എന്നൊക്കെ പറയുന്നത് 1 നില മൊത്തം മുങ്ങിപ്പോയതാണ്. ഞങ്ങൾ വീടിൻ്റെ മുകളിലൊന്നും കയറി നിന്നില്ല. വേണമെങ്കിൽ ഞങ്ങൾക്ക് മുകളിൽ കയറി നിൽക്കാം. പക്ഷേ ഞങ്ങൾ കയറി നിൽക്കാഞ്ഞതിൻ്റെ കാരണം സ്വന്തം കുടുംബം ആദ്യം സേഫ് ആക്കാൻ നോക്കാം. അപ്പോൾ സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക, വെള്ളം കയറാത്ത ഉയർച്ചയുള്ള സ്ഥലങ്ങളിലേക്ക് എല്ലാവരും പോവുക. ഞാൻ ഇപ്പോഴും ഇത് പറയുമ്പോഴും വരണേന്നല്ല, ഇനിയൊരു പ്രളയം ഉണ്ടാവല്ലേ, അതിന് വേണ്ട രീതിയിലെല്ലാം ചെയ്യാൻ പറ്റണേ നമുക്ക് ആദ്യം ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഞാനിപ്പോൾ ഈ കാണിച്ച പ്രൊഡക്റ്റ് വെറും 2500 ഉള്ളൂ. നമ്മുടെ വീടുകളിലേക്ക് പല ആവശ്യങ്ങൾക്കും പല സാധനങ്ങളും വാങ്ങാറുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വീട്ടിലേക്ക് ഒന്ന് വാങ്ങി വെച്ചേക്കാം. 2500 രൂപ 3000 രൂപ കൊടുത്താൽ ഈ ആമസോണിൽ നിന്ന് കിട്ടും. വേറെ പ്രൊഡക്ട്സും ഉണ്ട്, പക്ഷേ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഞാൻ ഉപയോഗിച്ചുകൊണ്ടാണ് എനിക്ക് മനസ്സിലായതെന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന് ഉപയോഗിച്ച് നോക്കാം. 2500 രൂപയുള്ളൂ. അതിന് ഇത്രയും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു യൂണിറ്റും അതിൻ്റെ കൂടെ വന്ന ബൾബുകളും ചാർജറുകളും കിട്ടാമെന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ വല്ല സോളാർ പാനൽ എക്സ്റ്റേണൽ വാങ്ങി അതിൻ്റെ കൺവേർട്ടറുകളൊക്കെ വാങ്ങി ചെയ്യാമെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവും. സോ അതിലും ഭേദം നമ്മൾ ഇത് വാങ്ങിക്കുക. ഏറ്റവും മെയിൻ കാര്യം വെച്ചാൽ പോർട്ടബിളാണ്. നമ്മളൊക്കെ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. ഇത് വെള്ളപ്പൊക്കത്തിന് മാത്രമല്ല ഇത് ഉപയോഗിക്കാം. നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ഔട്ടിങ്ങിന് പോകുമ്പോഴോ നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത്, ഈ ഹൈ റേഞ്ചിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, കറണ്ട് ഇല്ലാത്ത അവസ്ഥകളുണ്ടാവും. ആ അവസ്ഥകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ എല്ലാം ഔട്ടർ വേൾഡ് ആയിട്ടൊരു കോൺടാക്റ്റ് എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി ചാർജ് ഉണ്ടാവുക, കറണ്ട് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കാര്യം. അപ്പോൾ അതിന് വേണ്ടി ഇത് ഉപയോഗിക്കാം. എല്ലാവരും ഈ പ്രോഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക, വാങ്ങി ഉപയോഗിക്കാം, മാക്സിമം വാങ്ങാൻ പറ്റാവുന്നവർ ഉപയോഗിക്കാം. സോ അതാണ് ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഞാനും അനൂപും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.